അവിടെ ഒരാളിങ്ങനെ വള്ളം തുഴയുന്നുണ്ട്. അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പെരുമാതറ എന്നറിയാലോ? തിരുവനന്തപുരം ജില്ലയുടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അതായത് രസകരമായ കുറേ സ്ഥലങ്ങൾ താണ്ടിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ സ്റ്റേഷൻ കടവ്, ഇങ്ങനെ കുറേ രസകരമായ പേരുണ്ട്. നെഹ്റു ജംഗ്ഷൻ, പിന്നെ പുതുക്കുറിച്ചി, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ താണ്ടിയാണ് എവിടെ എത്തുക? നമ്മുടെ ഡെസ്റ്റിനേഷനായ മുതലപ്പുഴയിലെത്തുക. അപ്പോൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ മുതലപ്പുഴി. ഇപ്പോൾ വിവാദത്തിലാണ്. കാരണം അവിടുത്തെ ഈ മത്സ്യബന്ധനത്തിന് തടസ്സമായി മണൽ കൂമ്പാരം ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ മണലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആൾക്കാരെ കൊല്ലം തുറയിലേക്ക് മാറ്റാനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും ഈ മത്സ്യത്തൊഴിലാളികളുടെ മുതിരുന്നില്ല. കാരണം മറ്റൊരു കടയിൽ പോകുന്നവർക്ക് താല്പര്യമില്ല. ഇത് നമ്മളിപ്പോൾ മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഇത് അവിടെ എന്നാ പറയുക, ഹാർബറിൽ കയറണം. അവിടുത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് നമുക്ക് റോഡ് വഴി, അത് ഒരു സബ് റോഡുണ്ട്, അതുവഴി നമുക്ക് അതൊക്കെ ഇവിടെ വരാം. ഞാൻ റോഡിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മുടെ ഹാർബറിലേക്കാണ്, എന്താണ് ബീച്ച്, തുറമുഖത്തേക്കാണ്. മുതലപ്പുഴി പെരുമാതറ ചെറിയ തുറമുഖത്തിലേക്കാണ് നമ്മൾ യാത്ര. അവിടെ എഴുതി കേരള സർക്കാർ പെരുമാതറ താഴമ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും സുനാമി പ്രതിരോധ മുതലപ്പുഴി ഫിഷിംഗ് ഹാർബറിന് പെരുമാവാതെ വെച്ച് കാണുമ്പോൾ അച്യുതാനന്ദൻ. അപ്പോൾ PS അച്യുതാനന്ദൻ ആണ് സംഗതി. 2010 ഫെബ്രുവരി 22 അന്ന് PS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്നത് S ശർമ്മയായിരുന്നു മന്ത്രിയെ. ആനത്തലവട്ടം ആനന്ദൻ, സമ്പത്ത്, MA വാഹിദ്, സൂസൈ പാക്യം, രമണി P നായർ ഇവരൊക്കെയായിരുന്നു അന്ന് തറക്കല്ലിടലുണ്ടായത് ഉദ്ഘാടനത്തിന്. അപ്പോൾ ഇത് ഹാർബറിൽ കാഴ്ച. നമുക്ക് ഹാർബറിൻ്റെ അകത്ത് പോയിട്ട് വരാം.